Hello friends, good morning. It's me Agila. Welcome back to my channel Me and V Vlogs. ഏത് പറഞ്ഞേ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്ന് അമ്മയ്ക്ക് ലീവാണ്, മമ്മയ്ക്ക് ഇന്നില്ലല്ലോ. സോ ഭയങ്കര ഹാപ്പിയാണ്, അമ്മ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഈ രാവിലത്തെ മോർണിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഞങ്ങളിപ്പോൾ കുളിച്ചു, സാമി തൊഴുതു ഇല്ല പറഞ്ഞ തങ്കെന്തിനാ അങ്ങനെ കാണിക്കണേ. അങ്ങനെ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഡെയിലി ചെയ്യുന്ന റൂട്ടീൻസ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആലോചിച്ചില്ല, ഇപ്പോൾ എഡിറ്റബിളാണ് സോങ് ഇതിലുണ്ട്, അപ്പോൾ അതിന് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഇവിടെ വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ചെറുപയർ കഞ്ഞിയാണ് വെക്കുന്നത്. അപ്പോൾ അത് കുക്കറിൽ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളവും ഉച്ചയ്ക്ക് അമ്മ പയറുപ്പേരി വെക്കാനുള്ള പയറും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഒന്ന് വേഗം തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തീയലും വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. അപ്പോൾ അതിനും ഈ കഞ്ഞിയിലിടാനും വേണ്ടിയിട്ട് തേങ്ങ നാളികേരം ചിരകി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചിരകാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് ഒന്ന് ക്ലീനാക്കി നാളികേരം ചിരകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ യാതുമോന് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ അവനൊരു ടോയ് കൊടുത്തിട്ട് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാതുകൂടിനാണെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ യാതുവിനെ വിളിക്കുകയാണ്, യാതു എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ആദ്യം ഒന്ന് ബ്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ബ്രെഡ് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഗീയിൽ ടോസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവൻ കഴിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചു. ബ്രെഡ് ചൂടാക്കി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തരട്ടെ, ഗീ ഒഴിച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തരട്ടേന്ന്. ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തരണോ നിനക്ക്? അപ്പോൾ ഞാൻ പിന്നെ 2-3 ബ്രെഡ് എടുത്തിട്ട് യാത്രക്കുട്ടിനെ ഒന്ന് ഗീ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് അത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരെണ്ണം അവൻ കഴിച്ചുള്ളൂ. അത് അവൻ കഴിച്ചപ്പോഴേക്കും കഞ്ഞി റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചു. 3 പേർക്കുള്ളതും ഒരുമിച്ച് തന്നെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം അമ്മയും ഞാനും ഉണ്ണിയും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് അത് കഴിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ ടി വി വെച്ച് കൊടുത്തത്. കണ്ട അമ്മ ഉണ്ടാക്കണേ, നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ കയ്പയ്ക്ക തീയൽ. അമ്മ ഉണ്ടാക്കുന്ന ഡിഷുകളിൽ എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം കയ്പയ്ക്ക തീയൽ. അല്ലേ അമ്മ? അടിപൊളി ഉണ്ടാക്കും, അത് നല്ല ഡിഷാട്ടോ. പിന്നെ ഇതേ കയ്പയ്ക്ക തീയലിനുള്ള കയ്പയ്ക്കൊക്കെ അവിടെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെയുള്ള പണികളും അടിക്കൽ തുടയ്ക്കൽ, നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെയൊക്കെ ക്ലീൻ ചെയ്യലും പിന്നെ അലക്കൽ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അതൊന്നും വ്ളോഗിൽ എടുത്തില്ലെന്ന്. മൊത്തത്തിൽ വ്ളോഗ് എടുക്കാനൊരു സുഖമില്ലായ്മ. പിന്നെ അതേ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടി അതും മസാല സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. പയറുപ്പേരി അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കട വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഓയിൽ വാങ്ങിച്ചിട്ട് തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതുപോലെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വ്ളോഗ് അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ വീണ്ടും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ.